നമ്മുടെ സൂര്യനിൽ നിന്നുള്ള നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ. നേർത്ത അന്തരീക്ഷമുള്ള തണുത്തതും മരുഭൂമിക്ക് സമാനവുമായ ഒരു ലോകമാണത്. എന്നാൽ നമ്മുടെ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് അടിസ്ഥാന സ്വഭാവങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും സാമ്യതയുള്ളത് ചൊവ്വയാണ്. ചൊവ്വയെ കൂടുതൽ ഭൂമിയെ പോലെ ആക്കുക എന്ന ആശയത്തിനെയാണ് ഇംഗ്ലീഷിൽ ടെറാഫോമിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൊവ്വ ഭൂമിയേക്കാൾ ചെറുതാണെങ്കിലും ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ചേർന്നാൽ ഉള്ളത്ര കരപ്രദേശം ചൊവ്വയിലുണ്ട്. അതായത് നമ്മുടെ ഭൂമിയിൽ 2/3 കടലായതുകൊണ്ട് താമസിക്കാൻ കഴിയുന്ന കരപ്രദേശം എല്ലാ ഭൂഖണ്ഡങ്ങളും ചേർത്ത് വെച്ചതാണല്ലോ. അത്രത്തോളം കരപ്രദേശം ചൊവ്വയിൽ മൊത്തത്തിൽ അതിൻ്റെ സർഫസിലുണ്ട്. നമ്മുടെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് ഏകദേശം തുല്യമായ സമയത്താണ് ചൊവ്വയും സ്വയം തിരിയുന്നത്. അതായത് ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറിനേക്കാൾ അല്പം കൂടുതൽ ദൈർഘ്യം മാത്രമേ ചൊവ്വയ്ക്കുള്ളൂ. നമ്മളതിനെ സോൾ എന്ന് വിളിക്കും. തീർത്തും വ്യത്യസ്തമായ ദൈർഘ്യമുള്ള ദിവസങ്ങളുള്ള മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കിനെ ക്രമീകരിക്കുന്നത് ഇത് എളുപ്പമാക്കും. മാത്രമല്ല, ചരിഞ്ഞ അച്ചുതണ്ട് കാരണം ചൊവ്വയിൽ ഋതുക്കൾ അല്ലെങ്കിൽ നമ്മളീ പറയുന്നത് പോലെയുള്ള പല സാഹചര്യം, മഞ്ഞുകാലവും മഴക്കാലവും ഒക്കെ ഭൂമിയിൽ ഉണ്ടാകുന്നത് പോലെയുള്ള സാഹചര്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഋതുക്കൾക്കനുസരിച്ച് വളരുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികളും ചൊവ്വയിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഭൂമിക്ക് സമാനമായിട്ടുള്ള ഗുണങ്ങൾക്കിടയിലും ചൊവ്വയുടെ ഉപരിതലം ഇപ്പോൾ മനുഷ്യർക്ക് ജീവിക്കാൻ അനുയോജ്യമല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. മിക്ക സമയത്തും താപനില അതിശൈത്യമാണ്. വായുസമ്മർദ്ദം വളരെ കുറവായതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ മനുഷ്യൻ്റെ രക്തം അവിടെ തിളയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്തരീക്ഷം പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞിരിക്കുന്നു. ഓക്സിജൻ തീരെയില്ല. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അത് 96% ഉണ്ട് എന്നാണ് പറയുന്നത്. ഭൂമിയെപ്പോലെ ശക്തമായ കാന്തിക മണ്ഡലമോ കട്ടിയുള്ള അന്തരീക്ഷമോ ഓസോൺ പാളിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് നിന്നുള്ള വികിരണം ചൊവ്വയുടെ ഉപരിതലത്തിൽ നേരിട്ട് പതിക്കുന്നുണ്ട്. ഈ ഘടകങ്ങൾ കാരണം പ്രത്യേകം നിർമ്മിച്ച വാസസ്ഥലങ്ങളും പ്രത്യേകം സ്പേസ് സ്യൂട്ടുമില്ലാതെ മനുഷ്യർക്ക് ചൊവ്വയിൽ ജീവിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഭാവിയിലെ കോളനി വൽക്കരണത്തിന് ഏറ്റവും മികച്ച ഓപ്ഷനായി ചൊവ്വയെ കണക്കാക്കാൻ പല കാരണങ്ങൾ വേറെയുണ്ട്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ചൊവ്വയല്ല, അത് ശുക്രനാണ്. എന്നാൽ ശുക്രൻ ഭൂമിയോട് വലിപ്പത്തിൽ സാമ്യതയുണ്ടെങ്കിലും സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങൾ നിറഞ്ഞ ഭീമമായ കട്ടിയുള്ള അന്തരീക്ഷവും ഈയമുരുക്കാൻ തന്നെ ശേഷിയുള്ള അതിശക്തമായ ടെമ്പറേച്ചറുമാണ് ശുക്രനിലുള്ളത്. സോളാർ സിസ്റ്റത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ബുധനാണെങ്കിലും ഏറ്റവും ചൂട് കൂടിയത് ശുക്രനാണെന്ന് പറയാറുണ്ട്. കാരണം ബുധൻ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലം മാത്രമേ ചൂടാകൂ. മറുഭാഗം അല്ലെങ്കിൽ ഇരുണ്ട ഭാഗം എപ്പോഴും തണുത്തുറഞ്ഞിരിക്കും, അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ശുക്രനിൽ അന്തരീക്ഷവും ഉണ്ട്, അത് കാർബൺ ഡൈ ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡും ഒക്കെ നിറഞ്ഞതായതുകൊണ്ട് എല്ലാ സ്ഥലവും എപ്പോഴും ചൂടാണ്. അതുപോലെ തന്നെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഉപഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് അത്യാവശ്യം നല്ല അകലെയാണ്. ഭൂമിയിൽ നിന്ന് വ്യാഴത്തിലേക്ക് പോകാൻ വളരെയധികം സമയവും വർഷവും എടുക്കും. മാത്രമല്ല, അവയ്ക്കൊക്കെ തന്നെ നല്ല രീതിയിൽ കാലുറപ്പിച്ച് വെക്കാൻ പറ്റുന്ന സർഫസ് ഉണ്ടോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞരും ബഹിരാകാശ ഏജൻസികളും ചൊവ്വയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ചൊവ്വയെ ഭൂമിയെപ്പോലെ ആക്കുക എന്ന ആശയം അതിൻ്റെ പരിസ്ഥിതിയെ മാറ്റിമറിച്ച് മനുഷ്യ ജീവിതത്തിന് സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്ന രീതിയിലാക്കി കൺവെർട്ട് ചെയ്യുക എന്ന തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ വളരെ കുറച്ചിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഭൂമിയിൽ നടക്കുന്നത് പോലെയോ ജീവിക്കാൻ കഴിയുന്ന രീതിയിലാക്കണം. ഇതിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം വർദ്ധിപ്പിക്കുക, ഗ്രഹത്തിനെ ടോട്ടലി നല്ല ഹീറ്റുള്ളതാക്കി മാറ്റി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക, അന്തരീക്ഷത്തിൻ്റെ ഒരു കോമ്പോസിഷൻ മാറ്റി ഓക്സിജൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക എന്നിവയെല്ലാം ഉൾപ്പെടാറുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഫാൻറ്റസി ആയിട്ട് ഫീൽ ചെയ്യാം. എന്നാൽ വളരെ വലുതും ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തെടുക്കാൻ കഴിയുന്നതുമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു പ്രക്രിയ വഴി നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇലൺ മസ്ക് പറയുന്ന പോലെ നാളെ ഒരു ദിവസം ഭൂമിയിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണ്, ഒരു ഉൽക്ക വന്നിടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരു ബാക്കപ്പ് പ്ലാൻ വേണ്ടേ? ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കി ടെക്നോളജിക്കലി വളർന്നിട്ടും നമുക്കൊരു ബാക്കപ്പ് ഹോം ഇല്ലല്ലോ. അതുതന്നെയാണ് ഏറ്റവും ഒന്നാമത്തെ ആവശ്യകത. അതുകൊണ്ട് തന്നെ ചൊവ്വയെ ഭൂമിയെപ്പോലെ ആക്കുന്നതിനുള്ള പഠനങ്ങൾ സത്യത്തിൽ തുടരുന്നുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. ചൊവ്വയെ ഒരു രണ്ടാം വീടായി പരിഗണിക്കുന്നതിൻ്റെ ആദ്യത്തെ പടി അതിപ്പോൾ ഭൂമിയിൽ നിന്ന് എന്തുകൊണ്ട് ഇത്ര വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയ്ക്ക് കട്ടിയുള്ള അന്തരീക്ഷവും ഉപരിതലത്തിൽ ജലമൊഴുകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കാലക്രമേണ ചൊവ്വയ്ക്ക് സംരക്ഷിത കാന്തിക മണ്ഡലം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത് മുന്നേ ഇല്ലാതിരിക്കുകയോ ചെയ്തിരിക്കണം. അങ്ങനെ സൂര്യനിൽ നിന്നുള്ള സൗര കൊടുങ്കാറ്റ് പല രീതിയിൽ അന്തരീക്ഷത്തെ ബാധിക്കുകയും അതിലൂടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ നഷ്ടപ്പെടുകയും അത് അന്തരീക്ഷം എന്നുള്ള നിലയ്ക്ക് തന്നെ ദുർബലമാവുകയും ചെയ്തു.
അങ്ങനെ വന്നതോടെ വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയോ തണുത്തുറഞ്ഞു പോവുകയോ ചെയ്തിരിക്കാനാണ് സാധ്യത. ചൊവ്വയുടെ ഉപരിതലം പൊതുവേ ഡ്രൈ ആയിട്ടുള്ളതും വളരെ കോൾഡ് ആയിട്ടുള്ളതുമായിട്ടാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് വളരെ പുരാതനമായിട്ടുള്ള നദീതടങ്ങൾ, തടാകങ്ങൾ, അതുപോലെ തന്നെ സമുദ്രം നിലനിന്നിരിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ തോട്ടിലോ പുഴയിലോ പോയി ആഴത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള കല്ലുകൾ വെള്ളം ഒഴുകി ഒഴുകി മിനുസമായത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ചൊവ്വയിലും ഉരുളൻ കല്ലുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം രൂപപ്പെടുന്ന കളിമൺ ധാതുക്കൾ നമ്മുടെ റോവറുകളും ഓർബിറ്ററുകളും പലതവണ കണ്ടെത്തിയിട്ടുണ്ട്. ഉപരിതലത്തിനടിയിലും ധ്രുവങ്ങളിലും മഞ്ഞും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ചൊവ്വയിൽ ഒരു കാലത്ത് ജീവൻ നിലനിർത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ അടുത്ത് പഠിക്കുന്നതിന് വേണ്ടി മറ്റ് പഠനങ്ങളും ആവശ്യമായിട്ട് വരുന്നുണ്ട്. സൂക്ഷ്മാണുക്കളുടെ രൂപത്തിലാണെങ്കിലും ചൊവ്വയിൽ ഒരു കാലത്ത് ജീവൻ നിലനിന്നിരുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനത്തെയും ഭൂമിയിൽ ജീവനുണ്ടായത് ഭൂമിയുടെ മാത്രം പ്രത്യേകതയാണ് എന്നുള്ള നമ്മുടെ ധാരണയെയും തന്നെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഭാവിയിൽ മനുഷ്യർക്ക് ചൊവ്വയിൽ ജീവിക്കാൻ ഇന്നത്തെ കഠിനമായ സാഹചര്യങ്ങളെ ആദ്യം നേരിടേണ്ടതായിട്ടുണ്ട്. ചൊവ്വയുടെ ശരാശരി താപനില ഏകദേശം -63 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നമ്മുടെ വീട്ടിലെ ഫ്രീസറിൻ്റെ അകത്തുള്ള താപനില 0 ഡിഗ്രി ആയതുകൊണ്ടാണ് അതിൽ വെള്ളം വയ്ക്കുമ്പോൾ തണുത്തു പോകുന്നത്. അതിനേക്കാൾ 63 ഡിഗ്രി സെൽഷ്യസ് താഴെ. ഇത് സത്യത്തിൽ നമ്മുടെ ഭൂമിയിലെ ഏത് സ്ഥലത്തിനേക്കാളും വലിയ തണുപ്പാണ്. സമുദ്രനിരപ്പിൽ ഭൂമിയിലുള്ളതിനേക്കാൾ 1% താഴെ മാത്രമാണ് അവിടെയുള്ള വായുമർദ്ദം. ഓക്സിജൻ വളരെ ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ. ചൊവ്വയുടെ ഉപരിതലത്തിൽ നിരന്തരം വന്നടിക്കുന്ന റേഡിയേഷനുകൾ കുറേ കാലം കഴിയുമ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ക്യാൻസറുകളും ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. ഇത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ചൊവ്വയെ ഭൂമിയെപ്പോലെ ആക്കുക എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ചലഞ്ച് മാത്രമല്ല, 10, 20, 30 വർഷം കൊണ്ടല്ല, നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കാൻ മാത്രം കഴിയുന്നൊരു പ്രശ്നമായിട്ട് മനസ്സിലാക്കാം. വലിയ അളവിലുള്ള എനർജിയും നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട വസ്തുക്കളും ടൈമും ഒക്കെ ഇതിനാവശ്യമുണ്ട്. എന്നാൽ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ചൊവ്വയെ ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ ഇപ്പോഴേ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട്. ചൊവ്വയിൽ ജീവിക്കാൻ പൂർണ്ണമായും അടച്ചുമൂടിയ വാസസ്ഥലങ്ങളും അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് നിലനിർത്താൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളും റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് എങ്കിൽ മനുഷ്യന് ഭൂമിയിൽ നിന്ന് ചൊവ്വയിൽ പോയി താൽക്കാലികമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം അവിടുത്തെ ഘടകങ്ങൾ പഠിച്ചിട്ട് പതിയെ പതിയെ മാറ്റിമറിച്ച് കൃത്രിമ സംവിധാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന കാഴ്ചപ്പാടാണ് പൊതുവെ ഭൂമിയെപ്പോലെ ആക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അല്ലാതെ നേരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി മനുഷ്യനെ അവിടെ താമസിപ്പിച്ച് പഠിക്കാതെ ഡയറക്റ്റ് ടെറാഫോം ചെയ്യുകയല്ല. ചൊവ്വയെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റാൻ ആദ്യം അതിൻ്റെ അന്തരീക്ഷമാണ് മാറ്റേണ്ടത്. പിന്നെ ചൂട് കൂട്ടണം. എന്നിട്ടേ മറ്റു കാര്യങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഈ പ്രക്രിയ ആരംഭിക്കാൻ ശാസ്ത്രജ്ഞർ നിരവധി രീതികൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അവയിലെല്ലാം വലിയ വെല്ലുവിളികളുമുണ്ട്. എന്നാൽ ഇതിനെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ നൽകുന്നത്. ആദ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘട്ടം ഗ്രഹത്തെ ചൂടാക്കുക എന്നുള്ളതാണെന്ന് ഞാൻ 2-3 തവണ പറഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഉപരിതലത്തിലും മണ്ണിനടിയിലും വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷേ അത് ഐസായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തെ ദ്രാവക രൂപത്തിൽ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ചൂട് കൂട്ടണം. അപ്പോൾ ഈ ഐസായി കിടക്കുന്ന വെള്ളത്തെ ദ്രാവകമാക്കി ചൊവ്വയിൽ നിലനിർത്താൻ പറ്റില്ല. കാരണം അതിന് അന്തരീക്ഷമർദ്ദം വളരെ കുറവാണ്. അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിൽ വെള്ളം പെട്ടെന്ന് ബാഷ്പീകരിച്ച് ഗ്രഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഗ്രഹത്തെ കുറച്ച് ഡിഗ്രി ചൂടാക്കിയാൽ പോലും മണ്ണിലും പോളാർ റീജിയനിലുമുള്ള വെള്ളം നേരിട്ട് വാതകമായി അന്തരീക്ഷത്തിലേക്ക് പുറത്തേക്ക് പോയി നഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അന്തരീക്ഷം കട്ടിയാക്കി അതിൻ്റെ മർദ്ദം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. താപം പിടിച്ചെടുക്കാൻ വേണ്ടി ഹരിതഗൃഹ വാതകങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഭൂമിയിൽ കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും താപം പിടിച്ചെടുത്ത് ഭൂമിയുടെ ചൂട് കൂട്ടുന്നത് നമുക്കറിയാം. അങ്ങനെയാണ് കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. ചൊവ്വയിലും സമാനമായ വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വയിൽ കൊണ്ടുപോയി നിലവിൽ അവയുടെ മണ്ണിൽ ട്രാപ്പായി കിടക്കുന്നതോ അല്ലെങ്കിൽ ഡ്രൈ ഐസായി കിടക്കുന്നതോ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തതിന് ശേഷം വാതകമാക്കി മാറ്റാൻ കഴിയുന്ന യന്ത്രങ്ങളെ നമ്മൾ നിർമ്മിച്ച് അവിടെ കൊണ്ടുപോകണം. എന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഈ വാതകങ്ങൾ സൂര്യൻ്റെ താപനില പിടിച്ചെടുത്ത് അന്തരീക്ഷത്തെ ചൂടാക്കുകയും ഈ വാതകങ്ങൾ ഇറ്റ്സെൽഫ് മറ്റൊരു അന്തരീക്ഷമായി രൂപപ്പെടുകയും ചെയ്യും. പിന്നെ വേറൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ബഹിരാകാശത്ത് നിന്ന് വലിയ റിഫ്ലക്ടറുകൾ, കണ്ണാടികൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യപ്രകാശത്തെ കൂടുതൽ തവണ ചൊവ്വയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടി ധ്രുവീയ മേഖലകളിൽ, അതായത് പോളാർ റീജിയൻസിലുള്ള മഞ്ഞുപാളികളെ ഉരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പല രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മഞ്ഞുപാളികളെ ചൂടാക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതലായി അവിടെ കിടക്കുന്ന ഒരു
സോളിഡ് ഫോമിൽ നിന്നും ഗ്യാസാക്കി മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ മർദ്ദം കൂടിക്കൂടി വരുമെന്നും അതിലൂടെ നമുക്ക് വെള്ളത്തെ ലിക്വിഡ് ഫോമിൽ നിലനിർത്താൻ കഴിയുമെന്നും ഗവേഷകർ വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും ഭൂമിയിൽ നിന്നുള്ള ഭാരമേറിയ ഉപകരണങ്ങളെ നമ്മൾ എങ്ങനെ അവിടെ കൊണ്ടെത്തിക്കും? അത് വലിയ പ്രശ്നമാണ്. സൗരയൂഥത്തിൻ്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ അമോണിയ അടങ്ങിയ ചിഹ്നഗ്രഹങ്ങളെ ചൊവ്വയിലേക്ക് വഴിതിരിച്ച് വിട്ടുകൊണ്ട് ഇടിക്കുക എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് അങ്ങനെ വരുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇലോൺ മസ്കിൻ്റെ അഭിപ്രായത്തിൽ ചൊവ്വയിൽ കൊണ്ടുവന്നൊരു അണുബോംബിടണം എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ ഞാൻ വായിച്ചിരുന്നു. അങ്ങനെ പറയുന്നെങ്കിൽ അതൊരു ഭ്രാന്തമായ ഐഡിയയാണ്. പക്ഷേ ഒരു ചിഹ്നഗ്രഹത്തിനെയൊക്കെ ചൊവ്വയിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ അത് വലിയ രീതിയിൽ ചൊവ്വയെ ചൂടാക്കുകയും അന്തരീക്ഷത്തിൽ വാതകങ്ങൾ കൂട്ടുകയും ചെയ്യും. പക്ഷേ ഈ രീതിയിൽ വലിയ ചലഞ്ചുകൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ചൊവ്വയിൽ ഒരിക്കലും ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൂട്ടിയിടി ഉണ്ടാകും എന്നൊരു പ്രശ്നമുണ്ട്. ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ പോലും ചൊവ്വയുടെ ഉപരിതലം നശിച്ചു പോവുകയോ അവശിഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചില ശാസ്ത്രജ്ഞർ പറയുന്നത് പോളാർ റീജിയൻസിലുള്ള ഐസ് ക്യാപ്പുകളെ ഇരുണ്ട പൊടിയോ കൃത്രിമമായിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസോ വിതറി അതിനെ ഉരുക്കുക എന്നുള്ളതാണ്. ഞാനിത് പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ചൊവ്വയുടെ സർഫസിൽ ബ്ലാക്ക് കളറിലുള്ള എന്തെങ്കിലും സാധനം കോട്ട് ചെയ്തതിന് ശേഷം സൂര്യപ്രകാശം കൂടുതലായി അബ്സോർബ് ചെയ്യുന്ന ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഡാർക്കായിട്ടുള്ള സർഫസ് ഉണ്ടായ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിന് പകരം അത് അബ്സോർബ് ചെയ്ത് ചൂടായി നിൽക്കും. അങ്ങനെ മഞ്ഞുരുകുകയും പെട്ടെന്ന് കൂടുതൽ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു മാർഗം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടി ചൊവ്വയിലേക്ക് ഒരുപാട് വസ്തുക്കളെ നമ്മൾ എത്തിക്കണം. എന്നാൽ നമ്മുടെ ഒരു റോക്കറ്റിനും അത്രയും സാധനങ്ങൾ നിലവിൽ ചൊവ്വയിൽ കൊണ്ടുപോകാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു രീതിയുണ്ട്. അത് പാരാ ടെറാഫോമിംഗ് എന്ന് പറയും, അഥവാ ഭാഗികമായി ചൊവ്വയെ വാസയോഗ്യമാക്കുക എന്നുള്ളത്. ചൊവ്വാഗ്രഹത്തെ മുഴുവൻ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ഈ രീതിയിൽ ചെറിയ നിയന്ത്രിതമായിട്ടുള്ള കണ്ടീഷൻസിലൂടെ നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലങ്ങളിൽ മാത്രം ഭൂമിക്ക് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഉണ്ടാക്കുന്നത് നമ്മൾ താമസിക്കുന്ന ചില ടെൻറ്റുകൾ അല്ലെങ്കിൽ ചില കോളനികൾക്കകത്ത് ഇൻസുലേഷനും അതുപോലെ തന്നെ ചൊവ്വയുടെ റേഡിയേഷൻ അടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ചൊവ്വയിലെ മണ്ണ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് കോട്ട് ചെയ്തെടുത്ത അണ്ടർഗ്രൗണ്ട് സിറ്റികൾ ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ താഴികക്കുടങ്ങൾ പോലെ നിർമ്മിക്കുന്ന സിറ്റികൾക്കുള്ളിൽ മനുഷ്യർക്ക് സസ്യങ്ങൾ വളർത്താനും വായുവും വെള്ളവും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനും ജീവിക്കാനും ഒക്കെ കഴിയുന്ന ഒരു അന്തരീക്ഷം നിർമ്മിക്കാൻ പറ്റും. നമ്മളൊരു വലിയ ഷോപ്പിംഗ് മാളിനകത്ത് നിൽക്കുന്ന പോലെ തോന്നും. കുറേ കാലം കഴിയുമ്പോൾ കൂടുതൽ താഴികക്കുടങ്ങൾ നിർമ്മിക്കാനും ജീവൻ നിലനിൽക്കുന്ന ഒരു വലിയ പ്രദേശം പതുക്കെ മണ്ണിനടിയിൽ ചൊവ്വയിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പക്ഷേ നമ്മൾ ഏത് രീതി ഉപയോഗിച്ചാലും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ചൊവ്വയ്ക്ക് ഉപരിതല മർദ്ദത്തിൻ്റെ 1% താഴെ മാത്രമേ പ്രഷറുള്ളൂ എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. പൂർണ്ണമായ പ്രഷർ സ്യൂട്ടുകൾ അല്ലാതെ അതിജീവിക്കാൻ ഭൂമിയുടെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ 10% അന്തരീക്ഷ മർദ്ദം ചൊവ്വയിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. അങ്ങനെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഓക്സിജൻ മാസ്കുകളോ ശ്വസിക്കാൻ കഴിയുന്ന ചുറ്റുപാടുകളോ നമുക്ക് ചൊവ്വയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് സ്യൂട്ട് വേണ്ട, മാസ്ക് മാത്രം മതി. മർദ്ദം ഇതിലും കൂടുതൽ ഉയർത്താൻ കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക തരത്തിലുള്ള സസ്യങ്ങളെയും മൃഗങ്ങളെയും ചൊവ്വയിൽ വളർത്തിയെടുക്കാം. എങ്കിലും ശുഭാപ്തി വിശ്വാസമുള്ള കണക്കുകൾ പോലും കാണിക്കുന്നത് ഇത്തരത്തിൽ നമുക്ക് ചൊവ്വയെ കൺവെർട്ട് ചെയ്തെടുക്കാൻ 100 കണക്കിന് വർഷങ്ങളോ അതിൽ കൂടുതലോ സമയമെടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അളവിലുള്ള അത്രയും ഊർജ്ജം ആവശ്യമുണ്ട്. ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതിനും ഒരുപാട് കാലത്തെ പ്രതിബദ്ധതയും അന്താരാഷ്ട്ര സഹകരണവും വേണം. ഒരു കമ്പനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. പകരം ലോങ് ആയിട്ട് ചിന്തിക്കുന്ന കുറേ പേര് ചേർന്ന് നല്ല ഫണ്ട് ഇറക്കി ചെയ്താലേ പറ്റൂ. ചൊവ്വയുടെ പരിസ്ഥിതിയെ പതുക്കെ മാറ്റിയെടുക്കാൻ ജനിതക മാറ്റം വരുത്തിയ സൂക്ഷ്മാണുക്കളെ ഉപയോഗിക്കാനുള്ള സാധ്യതയും ഗവേഷകർ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ചില ബാക്ടീരിയകൾക്ക് കഠിനമായ തണുപ്പിനെ അതിജീവിക്കാനും അതിൻ്റെ ഫലമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനും കഴിയും. അങ്ങനെയാണെങ്കിൽ അത്തരം ജീവികളെ ചൊവ്വയിൽ ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തി ഓക്സിജൻ സമ്പുഷ്ടമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാകും. കാരണം ഭൂമിയിലും ഓക്സിജൻ ഉണ്ടായത് ഇതുപോലെ പണ്ടുണ്ടായിരുന്ന സയാനോ ബാക്ടീരിയകളുടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചൊവ്വയിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകൾ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ ഓക്സിജൻ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ വീണ്ടും ശ്രദ്ധേയമായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് തലമുറ കാത്തിരിക്കണം. ഇന്ന് അങ്ങനെ ബാക്ടീരിയ ഉണ്ടാക്കുന്നവർക്ക് സ്വന്തം ജീവിത കാലയളവിൽ ചൊവ്വ മാറി ഓക്സിജൻ നിറയുന്നത് കാണാനൊന്നും കഴിയണമെന്നില്ല. അതുകൊണ്ടൊരു ദീർഘകാല മാസ്റ്റർ പ്ലാനാണ് ആവശ്യം. ഇനി ഭൂമിക്ക് സമാനമായൊരു അന്തരീക്ഷമായി ചൊവ്വയെ മാറ്റുന്നതിന് മുൻപ് തന്നെ മനുഷ്യർ അവിടെ ചെറിയ താവളങ്ങളിലോ സ്റ്റേഷനുകളിലോ താമസിക്കാൻ തുടങ്ങും എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈ ആദ്യകാല താമസക്കാർക്കാണ് സത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഭൂമിയിൽ അനുഭവിച്ചിട്ടില്ലാത്ത വെല്ലുവിളികൾ അവരവിടെ അഭിമുഖീകരിക്കേണ്ടി വരും.
ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ചൊവ്വയെ കോളനിവൽക്കരിക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം അവിടെ എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ചാണ്. അല്ലാതെ സുഖസൗകര്യങ്ങളോടുകൂടി ഒരു ബിസിനസ് ക്ലാസ്സിൽ ജീവിക്കുന്നത് പോലെ അല്ല. അങ്ങനെ അവിടെ പോയി സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും പോകുന്നുണ്ട് എങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ബോധം നഷ്ടപ്പെടും. കുറഞ്ഞ അന്തരീക്ഷമർദ്ദം കാരണം നമ്മുടെ രക്തവും ശരീരത്തിലെ ദ്രാവകങ്ങളും തിളയ്ക്കുമെന്നുള്ളതാണ് കാര്യം. ഓക്സിജൻ ഭൂമിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ചൊവ്വയിൽ തന്നെ ഉണ്ടാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അതിന് നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള വെള്ളത്തിന് ഹൈഡ്രജനും ഓക്സിജനുമാക്കി വിഭജിക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ എനർജിയായിട്ട് ഉപയോഗിക്കാനും ഓക്സിജൻ ശ്വസിക്കാനും സാധിക്കും. അതിന് നമ്മൾ ചൊവ്വയിൽ കിടക്കുന്ന സോളിഡ് രൂപത്തിലുള്ള വെള്ളത്തിനെ കണ്ടെത്തണം. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് പ്രാദേശികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു വിഷയമായി ഞാൻ കാണുന്നത്. അടുത്ത വിഷയമാണ് ഭക്ഷണ ലഭ്യത. വായു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ ഫുഡ് ആവശ്യമാണ്. ആദ്യം എല്ലാ ഭക്ഷണവും ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടി വരും. എന്നാൽ കുറേ കാലം ജീവിക്കാൻ നമുക്കങ്ങനെ സപ്ലൈ കൊടുത്താൽ ശരിയാവില്ല. കാരണം ഇവിടെ നിന്നൊരു സപ്ലൈ അവിടെ കൊണ്ടുപോകാൻ ഏകദേശം 6 മാസമോ 9 മാസമോ ഒക്കെ എടുക്കുന്ന ഒരു വിഷയമുണ്ട്. അതിനാൽ തന്നെ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന സസ്യങ്ങളെ വളർത്തിയെടുക്കണം. മാർഷ്യൻ സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അതിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ചൊവ്വയിലെ മണ്ണിൽ മിക്ക ഭൂമിയിലുള്ള സസ്യങ്ങൾക്കും ആവശ്യമായ പോഷകങ്ങൾ ഇല്ല എന്ന് വേണം പറയാൻ. അതിൽ പെർക്ലോറൈറ്റുകൾ പോലെയുള്ള വിഷകരമായിട്ടുള്ള രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളവിടെ നല്ല രീതിയിൽ ടെൻ്റൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഡോമൊക്കെ ഉണ്ടാക്കി അവിടുത്തെ മണ്ണിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെടി നട്ട് കഴിഞ്ഞാലും അത് വളരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചൊവ്വയിലെ മണ്ണിനെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് പെർക്ലോറൈറ്റൊക്കെ മാറ്റിയെടുക്കണം. അതുമല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ എയറോപോണിക്സ് പോലെയുള്ള മണ്ണിൻ്റെ സഹായത്തോടു കൂടി അല്ലാതെ സസ്യങ്ങളെ വളർത്താനുള്ള വഴികളെക്കുറിച്ചാണ് ഗവേഷകർ പഠിക്കുന്നത്. മണ്ണിന് പകരം പോഷക സമ്പുഷ്ടമായിട്ടുള്ള വെള്ളത്തിൽ കലക്കിയ ന്യൂട്രീഷ്യൻസും മറ്റും ഉപയോഗിക്കുന്ന രീതിയാണിവ. കുടിക്കാനും ശുചിത്വത്തിനും ഭക്ഷണം വളർത്താനും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനും എല്ലാം ഇവിടെ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. ഇതിൻ്റെ ഏറ്റവും ഭാഗ്യമെന്ന് പറയുന്നത് തണുത്തുറഞ്ഞ വെള്ളമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി മാലിന്യ സംസ്കരണം, അതൊരു മറ്റൊരു വെല്ലുവിളിയാണ്. ചൊവ്വയിലുണ്ടാക്കുന്ന ഒരു താവളത്തിലെ ഓരോ ഭാഗവും പുനരുൽപ്പാദിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പുനരുപയോഗ സാധ്യതയിലൂടെ കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മൾ ഒരു തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അത് അടിസ്ഥാനപരമായിട്ടുള്ള വെള്ളമായാലും വായു ആയാലും മനുഷ്യൻ്റെ മാലിന്യമായാൽ പോലും ശ്രദ്ധാപൂർവം മാത്രമേ സംസ്കരിക്കാൻ കഴിയൂ. ക്ലോസ്ഡ് ലൂപ്പ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങളായതുകൊണ്ട് തന്നെ ബഹിരാകാശത്തേക്ക് പോകുന്ന യാത്രികർക്ക് ഭൂമിയിൽ നിന്നുള്ള പതിവ് റീസപ്ലൈ മിഷനുകളെ ആശ്രയിക്കാതെ ദീർഘകാലം ജീവിക്കാൻ ഇതിനെയൊക്കെ തന്നെ റീയൂസ് ചെയ്യേണ്ടി വരും. ഭൂമിയിൽ നിന്നുള്ള ദൂരം ആശയവിനിമയത്തെയും ബാധിക്കാറുണ്ട്. ചൊവ്വയിൽ നിന്ന് ഭൂമിയിലേക്ക് സിഗ്നലുകൾ അയക്കാൻ ഏകദേശം 9 മുതൽ 15 മിനിറ്റ് വരെയും ചില സമയങ്ങളിൽ 20 മിനിറ്റ് വരെയും എടുക്കുന്നതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. കാര്യം പ്രകാശത്തിൻ്റെ വേഗത ഇത്രയും ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ തത്സമയമായിട്ട് സംഭാഷണങ്ങൾ നടത്താനും കാര്യങ്ങൾ പറയാനും സാധ്യമല്ല. ഒരു മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ അത് കുറേ നേരം കഴിഞ്ഞ് അവിടെ എത്തും. അതിനുശേഷം അവർ തിരിച്ച് നമുക്ക് മറുപടി തരും എന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഈ കാലതാമസം പലപ്പോഴും അവിടെ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ നിയന്ത്രണത്തെയും ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ചൊവ്വയിൽ റോബോട്ടുകളെയും കമ്പ്യൂട്ടറുകളെയും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് AI സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി സ്വയം നിയന്ത്രിക്കാൻ കഴിയണം. ഇനി സോഷ്യലായിട്ടുള്ളതും മെൻ്റലായിട്ടുള്ളതുമായ ഘടകങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം പരിമിതമായിട്ടുള്ളൊരു സ്വകാര്യത മാത്രമേ ചൊവ്വയിലുണ്ടാകൂ. അടഞ്ഞ സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണെന്നും എപ്പോഴും അപകടമുണ്ടാകുമെന്നും ചിലപ്പോൾ ഭൂമിയിൽ തിരിച്ചെത്താൻ കഴിയില്ല എന്നുമുള്ള ഒരു മാനസിക വിഭ്രാന്തിയും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഡിപ്രഷൻ നിയന്ത്രിക്കാനും അവിടെ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനും ക്രൂ അംഗങ്ങൾക്ക് നല്ല ഒരു പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. ഭൂമിയിൽ നിന്ന് ഏകാന്തമായ ഡിസ്റ്റൻസിൽ മാസങ്ങളോളം ഒരു ചെറിയ ക്യാപ്സ്യൂളിനുള്ളിൽ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വെല്ലുവിളിയാണ്. എന്നിട്ട് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴോ വളരെ അകലെയാണ് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഇതൊരു വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. എങ്ങനെ ഈ മാനസിക ആരോഗ്യം നിലനിർത്തുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിന് വേറെ രീതിയിലുള്ള റിസർച്ചുകൾ തന്നെ ആവശ്യമുണ്ട്. ഇനി ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ തയ്യാറെടുക്കുന്നുണ്ട് എങ്കിൽ ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ മാത്രം നേതൃത്വത്തിലാവാനുള്ള സാധ്യത വളരെ കുറവാണ്. സർക്കാർ ബഹിരാകാശ ഏജൻസികളും സ്വകാര്യ കമ്പനികളും സ്വതന്ത്ര ഗവേഷകരുമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ഗ്ലോബൽ മിഷനായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ പറ്റൂ. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പല രാജ്യങ്ങളുടെയും വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകളും ആശയങ്ങളും ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ചൊവ്വയെ കോളനിവൽക്കരിക്കാൻ കഴിയൂ. ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവൻ ഒന്നാണെന്നും ഭൂമിയിലുള്ള മനുഷ്യരുടെ ഒരു നീഡാണ് മറ്റൊരു ഗ്രഹത്തിൽ കൂടി താമസിക്കുക എന്നുള്ളതും ഒക്കെ തന്നെ മനസ്സിലാക്കിയെടുക്കണം. അല്ലാതെ ഇവിടെ നിന്നൊരു രാജ്യത്തിന് ചൊവ്വയെ നിയന്ത്രിക്കാൻ പറ്റും, തൻ്റെ രാജ്യത്തെ മനുഷ്യരെ മാത്രം അവിടെ എത്തിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് സസ്റ്റൈനബിളായിട്ട് മുന്നോട്ട് പോകണമെന്നില്ല. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസ ഒരുപാട് വർഷങ്ങളായി ചൊവ്വയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നിരവധി ഓർബിറ്ററുകളും ലാൻഡറുകളും റോവറുകളും നാസ അയച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിൻ്റെ ഓരോ ദൗത്യവും ചൊവ്വയുടെ അന്തരീക്ഷം, അതിൻ്റെ
മണ്ണിനടിയിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കാലാവസ്ഥ എന്നിവയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയൊക്കെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ക്യൂരിയോസിറ്റി ഒഴിവാക്കാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, നമ്മൾ അവിടെ ജീവിക്കാൻ വേണ്ടി ചൊവ്വയിലേക്ക് എത്തിയാൽ എങ്ങനെ വിഭവങ്ങൾ ഉപയോഗിക്കണമെന്നും നമുക്ക് ഇന്ധനവും വായുവും വെള്ളവും ഒക്കെ അവിടെ നിന്ന് കിട്ടുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് സമീപ ദൗത്യങ്ങളിലൊന്നായ പെർസെവറൻസ് റോവർ തന്നെ ശ്രമിച്ചിട്ടുള്ളത്. അതിലുള്ള മോക്സി എന്ന ഉപകരണം ഉണ്ടല്ലോ, ഈ ഉപകരണം ചൊവ്വയിലെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും ചെറിയ അളവിൽ ഓക്സിജൻ വിജയകരമായിട്ട് ഉൽപ്പാദിപ്പിച്ച വാർത്തകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതൊരു പരീക്ഷണം മാത്രമാണെങ്കിലും ഭൂമിയിൽ നിന്ന് കൊണ്ടുവരാതെ തന്നെ ചൊവ്വയിൽ ഓക്സിജൻ നിർമ്മിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം, യന്ത്രങ്ങളൊക്കെ തന്നെ നമ്മൾ വലിയ തോതിൽ ചൊവ്വയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള അണ്ടർഗ്രൗണ്ട് സ്ഥലങ്ങളിൽ ഓക്സിജൻ സ്റ്റോർ ചെയ്യാൻ കഴിയും. യൂറോപ്യൻ സ്പേസ് ഏജൻസി പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുമായിട്ട് നാസ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ നിന്ന് സാമ്പിളുകൾ കൊണ്ടുവന്ന് അതിനെ വിശദമായി പഠിക്കാനുള്ള മിഷനുകളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. സ്വകാര്യ കമ്പനികൾ ഏതെങ്കിലും മനുഷ്യനെ ചൊവ്വയിലേക്ക് അയക്കാനുള്ള ചുവടുവയ്പ്പുകൾ നടത്തുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലേക്ക് ഈ വിഷയം കണ്ടപ്പോൾ തന്നെ ആദ്യം എത്തിച്ചേരുക ഇലൺ മസ്ക് സ്ഥാപിച്ച കമ്പനിയായ സ്പേസ് എക്സിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചായിരിക്കും. വലിയ തോതിലുള്ള കാർഗോയെയും മനുഷ്യരെയും ചൊവ്വയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത സ്റ്റാർഷിപ്പ് എന്ന ഒരു പേടകത്തിൻ്റെ പല പരീക്ഷണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് സംവിധാനമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ വളരെയധികം ഭാരമുള്ളതും ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുപോകാനും കഴിയുന്ന സ്റ്റാർഷിപ്പിനെ ഇവർ വികസിപ്പിക്കുമ്പോൾ തന്നെ സത്യത്തിൽ ചൊവ്വയിലേക്ക് പോയാൽ ഇത് എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് അവിടെയുള്ള ഗവേഷകർ പഠിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റാർഷിപ്പുകൾ നൂറുകണക്കിന് താമസക്കാരെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പലപ്പോഴും ഇലൺ മസ്ക് ട്വീറ്റ് ചെയ്യാറില്ലേ? അപ്പോൾ സത്യത്തിൽ ഇതൊരു ഭാവിയാണ്. 10 ലക്ഷം ആളുകളെയൊക്കെ തന്നെ ചൊവ്വയിലൊരു നഗരമുണ്ടാക്കി അവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ദീർഘകാല ലക്ഷ്യം നടപ്പിലാക്കുന്നത് മനുഷ്യരാശി നേരിടാൻ പോകുന്ന 1-ാം നമ്പർ നേട്ടമായിരിക്കും. എന്തായാലും ആ കമ്പനി ഇതിനോടകം തന്നെ പല പ്രോട്ടോടൈപ്പുകൾ പരീക്ഷിക്കുകയും ഫ്ലൈറ്റ് ടെസ്റ്റുകൾ നടത്തുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാലതാമസവും ടെക്നോളജിക്കൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ നേടിയ പുരോഗതി വെച്ച് നോക്കുമ്പോൾ മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി ഇലോൺ മസ്ക് ജയിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചൊവ്വയിൽ എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇലോൺ മസ്ക് മാത്രമല്ല, ആമസോണിൻ്റെ സ്ഥാപകൻ ജെഫ് ബെസോസിൻ്റെ ബ്ലൂ ഒറിജിൻ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ദൗത്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന റോക്കറ്റുകളും ടെക്നോളജികളും വികസിപ്പിക്കുന്നുണ്ട്. അവരുടെ ഓർബിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലും റീയൂസ് ചെയ്യാൻ കഴിയുന്ന വിക്ഷേപണ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇത് പറയുന്നുണ്ട്. മറ്റ് സ്റ്റാർട്ടപ്പുകളും ഗവേഷണ ഗ്രൂപ്പുകളും ബഹിരാകാശത്ത് ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നതിനാവശ്യമായ ചെടികൾ വളർത്തുന്നതിനും മണ്ണിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കുന്നതിനും 3D പ്രിൻറ്റിംഗ് ഉപയോഗിച്ച് മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനുമുള്ള ടെസ്റ്റുകളും പരീക്ഷണങ്ങളും ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ചൊവ്വ ദൗത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിരവധി സാങ്കേതിക വിദ്യകൾ അവർ വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മേഖല AI അധിഷ്ഠിതമായിട്ടുള്ള റോബോട്ടിക്സ് ആണ്. ഭൂമിയിൽ നിന്ന് നിരന്തരം ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് പരിവേഷണം ചെയ്യാൻ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിഷയം വന്നിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ ചെയ്യാനും സാധനങ്ങൾ നിർമ്മിക്കാനും സിസ്റ്റങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ റോബോട്ടുകൾക്ക് കഴിയണം. ഈ യന്ത്രങ്ങൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. റോവറുകൾ, ഡ്രോണുകൾ, റോബോട്ടിക് ആംസുകൾ എന്നിവ ചൊവ്വയിലെ ആദ്യത്തെ തൊഴിലാളികളായിരിക്കും. വാസസ്ഥലങ്ങൾ രൂപകൽപ്പന ചെയ്യാനും ഇതിനു വേണ്ടി റോബോട്ടുകൾ ഉപയോഗിക്കാൻ കഴിയും. ചൊവ്വയിൽ നമുക്ക് സോളാർ എനർജി ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ സൂര്യപ്രകാശം ഭൂമിയിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വീക്കാണ്. പൊടിക്കാറ്റുകൾ ദിവസങ്ങളോളമോ ആഴ്ചകളോളമോ സൂര്യൻ്റെ ഒരു വിസിബിലിറ്റി തടയാനും സോളാർ പാനലുകളിൽ വന്ന് വീഴാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായിട്ടുള്ള സോളാർ പാനലുകളും നല്ല രീതിയിലുള്ള ബാറ്ററി സ്റ്റോറേജും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ കൃത്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ന്യൂക്ലിയർ റിയാക്ടറുകളുമൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതികളും നടക്കുന്നുണ്ട്. ലൈഫ് സപ്പോർട്ടിന് മാത്രമല്ല, അന്തരീക്ഷം ചൂടാക്കാനും ഭക്ഷണം വളർത്താനും യന്ത്രങ്ങൾക്ക് ഊർജ്ജം നൽകാനും ഒക്കെ തന്നെ ഇത്തരം ഊർജ്ജം ആവശ്യമാണ്. ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതൊക്കെ വെറും ഒരു ഫാൻറ്റസിയാണ്, അല്ലെങ്കിൽ സ്വപ്നം മാത്രമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ചൊവ്വയിലേക്ക് ദൗത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള പദ്ധതികളൊക്കെ തന്നെ ലോകത്ത് നടക്കുന്നുണ്ട്. ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും പ്രത്യേകം തിരഞ്ഞെടുത്ത ബഹിരാകാശ യാത്രികരെയും മറ്റും ഭൂമിയിൽ ചൊവ്വയ്ക്ക് സമാനമായ സാഹചര്യം ഉണ്ടാക്കി അവിടെ പരീക്ഷണങ്ങൾ നടത്തുകയും പരിശീലിപ്പിക്കുകയും 1 വർഷത്തോളം തന്നെ അവിടേക്ക് ഏകാന്തമായി അവരെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ റെഡിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി മരുഭൂമികൾ, ആർട്ടിക് സ്റ്റേഷനുകൾ, പൂർണ്ണമായി ക്ലോസ് ചെയ്ത ചൊവ്വയ്ക്ക് തുല്യമായിട്ടുള്ള സിമുലേഷനുകൾ എന്നിവയുണ്ട്. അങ്ങനെ സ്വന്തം കുടുംബവും അതുപോലെ തന്നെ പങ്കാളികളുമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കാനും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ കൈകാര്യം ചെയ്യാനും വളരെ എമർജൻസി ആയിട്ടുള്ള സാഹചര്യങ്ങളോട് റിയാക്ട് ചെയ്യാനും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ പഠിക്കുകയും അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും ഇത്തരം ബഹിരാകാശ ഏജൻസികൾക്ക് കഴിയും.
ചില വ്യക്തികൾ ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങൾക്ക് വേണ്ടി തങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ചൊവ്വയിലേക്കുള്ള ഒരു വൺ വേ ട്രിപ്പ് നിർദ്ദേശിച്ച മാർസ് 1 പോലെയുള്ള പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിച്ചവരും അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഒക്കെ ഉണ്ടെങ്കിലും മാർസ് 1ന് ഫണ്ടിങ് ഇഷ്യൂവും വിശ്വാസ്യതയും കാരണം പ്രോജക്റ്റ് തകർന്നിട്ടുണ്ട്. എങ്കിലും ബഹിരാകാശ പരിവേഷണത്തിൽ ആഴത്തിലുള്ള ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് ഈ വിഷയങ്ങൾ വെളിപ്പെടുത്തുന്നത്. മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന ആദ്യത്തെ മനുഷ്യരാകാൻ സ്വന്തം ജീവിതം വരെ സമർപ്പിക്കാൻ തയ്യാറായ ആളുകളുണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്നു. ബഹിരാകാശ ഏജൻസികളും കമ്പനികളും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ച് ചൊവ്വയിലെത്താൻ ആവശ്യമായ ഉപകരണങ്ങളും അറിവുകളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങൾ നമ്മുടെ ഗ്രഹത്തെ ഭൂമിയെപ്പോലെ ആക്കില്ല എങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാക്കി മാറ്റാൻ പറ്റും. ചൊവ്വയെ ഭൂമിയെപ്പോലെ ആക്കുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. അത് നൂറ്റാണ്ടുകളായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? തിയററ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാണ് എന്ന് കരുതി നമ്മളത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ചൊവ്വയിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ചാണ്. ശാസ്ത്രജ്ഞർ ഇതുവരെ ചൊവ്വയിൽ ജീവൻ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലുകളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ പഠിച്ച സ്ഥലങ്ങൾ വളരെ കുറവാണ്. നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നേരിട്ട് പഠിച്ച സ്ഥലങ്ങൾ കുറവാണ്. ഒരു കാലത്ത് ജീവൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഗ്രഹത്തിൻ്റെ ഏതെങ്കിലും കോണിൽ യഥാർത്ഥ ജീവികളുണ്ട്. അത് ഉപരിതലത്തിനടിയിലോ തണുത്തുറഞ്ഞ ജലത്തിൻ്റെ പോക്കറ്റുകളിലോ സൂക്ഷ്മജീവികളായി പോലും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ ഗ്രഹത്തെ രൂപാന്തരപ്പെടുന്നതിന് നമ്മൾ അനുവദിക്കണം. അങ്ങനെ നമ്മൾ ജീവൻ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ അതിനെ നശിപ്പിച്ചുകൊണ്ട് നമുക്കവിടെ കുടിയേറാനും അർഹതയില്ല. അന്യഗ്രഹ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത് പല ഗവേഷകരും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കാണുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ജീവൻ എങ്ങനെ ആരംഭിച്ചു, അത് പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും നിലവിലുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ശാസ്ത്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം തരികയും ഭൂമിയിൽ എങ്ങനെ ജീവൻ ഉണ്ടായി എന്ന ചോദ്യത്തിന് മറുപടി തരികയും ചെയ്യുന്നുണ്ട്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഈ ഒരു സാഹചര്യമൊക്കെ തന്നെ പൊല്യൂട്ടഡായി പോകാനും ചൊവ്വയിലുള്ള ജീവൻ്റെ തെളിവുകൾ മായ്ച്ചു കളയാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ? അതായത് ഇത്രയും കോടികൾ മുടക്കി മറ്റൊരു ഗ്രഹത്തെ ഭൂമിക്ക് തുല്യമാക്കുന്നത് ഭാവിയിൽ നമ്മുടെ ഗ്രഹത്തിൽ ജീവിക്കാനുള്ള സാധ്യത ഇല്ലാതാകുമെന്ന് കണ്ടുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഗ്രഹം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, മഞ്ഞുരുകൽ, വിഭവങ്ങളുടെ റിസോഴ്സുകളുടെയൊക്കെ നാശം, സമുദ്രത്തിലെ ജീവികൾക്ക് അനുഭവപ്പെടുന്ന വെല്ലുവിളികൾ, ഭൂമിയിലുള്ള ജീവജാലങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ, മലിനീകരണം. അങ്ങനെ സ്വന്തം ഗ്രഹം ഇവിടെ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതെ മറ്റൊരു ലോകം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണോ എന്നുള്ള ചോദ്യമാണ് ധാർമ്മികമായി ടെറാഫോമിംഗ് പോലെയുള്ള വിഷയങ്ങളുടെ മുന്നിലുള്ളത്. ആദ്യം ഈ പണങ്ങൾ കൊടുത്ത് ഭൂമിയെ ശരിയാക്കൂ. ഭൂമി പെർഫെക്റ്റായി നിന്നാൽ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മറ്റൊരു സ്ഥലം എന്നുള്ള രീതിയിൽ ചൊവ്വയെ നോക്കാം. അല്ലാതെ ഇവിടെ നിന്ന് ചൊവ്വയിലേക്ക് പോയിട്ട് അവിടെ താമസിക്കാൻ വേണ്ടി ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ആ റോക്കറ്റിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളും ഭൂമിയുടെ അന്തരീക്ഷത്തെ മാലിന്യവൽക്കരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സപ്പോർട്ടും ഇല്ല. പകരം നമ്മൾ നമ്മുടെ ഗ്രഹത്തെ നശിപ്പിച്ചുകൊണ്ട്, നമ്മളെന്ന് വെച്ചാൽ ഇതാരാണോ ചെയ്യുന്നത് അവർ നമ്മുടെ ഗ്രഹത്തെ നശിപ്പിച്ചുകൊണ്ട് അവർ വേറൊരു സ്ഥലത്തേക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോകുന്നു എന്ന് പറയാനേ പറ്റൂ.